ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കുറച്ച് മുരിങ്ങപ്പൂ തോരൻ വെക്കാൻ പോവുകയാണ്. അപ്പോൾ മുരിങ്ങയിലെ പോലെ തന്നെ വളരെയധികം ഗുണങ്ങളുള്ളതാണ് മുരിങ്ങപ്പൂവും. അപ്പോൾ നമുക്ക് ഈ മുരിങ്ങപ്പൂ എങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പേൾസ്. അപ്പോൾ ഇതെൻ്റെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് കുറച്ച് മുരിങ്ങപ്പൂ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് 1-2 ഐറ്റം കൂടെ വേണം. അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് അത് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ചെറിയൊരു സവോളയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ സവോളയ്ക്ക് പകരം കൊച്ചുള്ളി എടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൊച്ചുള്ളി തന്നെ എടുക്കുക. അതിനായിരിക്കും നല്ല ടേസ്റ്റ്. എനിക്കിപ്പോൾ ഇവിടെ കൊച്ചുള്ളി ഇല്ല, അതുകൊണ്ടാണ് ഞാൻ സവോള എടുത്തത്. ഇനി നമുക്കിതിലേക്ക് വേണമെങ്കിൽ 1-2 മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് മുട്ട കൂടി ചേർത്ത് കൊടുത്താൽ. മാത്രമല്ല കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് തോരൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതാണ്ട് ഞാൻ ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവോളയാണ്. ഞാനിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കുകയാണ്. സവോള നമുക്ക് ഈ എണ്ണയ്ക്കകത്തിട്ടൊന്ന് ബ്രൗൺ നിറമാവുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. സവോളയുടെ ആ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങയുടെ ഒരു പച്ച മണമൊക്കെ മാറി ഒരു ലൈറ്റ് ബ്രൗൺ നിറം ആവുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നമുക്കിതിനകത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് മുട്ടയൊന്ന് ചേർത്ത് കൊടുക്കണം. മുട്ട ഞാനത് മിക്സ് ചെയ്തപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഒരു അല്പം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കണം. എന്നിട്ട് മുട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ മുട്ട ഇങ്ങനെ നിലക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് അടുക്കി പിടിക്കും. അപ്പോൾ ഇതാണ്ട് മുട്ട ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളിയും തേങ്ങയും ഈ മുട്ടയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ മുട്ട അങ്ങ് കരിഞ്ഞു പോവും. നന്നായിട്ട് ഇതിനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതിലേക്ക് പൂ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുരിങ്ങപ്പൂ ഇതിനകത്ത് ഇട്ടപ്പോഴേക്കും ചട്ടി നിറച്ചുണ്ട്. പക്ഷേ ഇത് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും പകുതി ആയിക്കൊള്ളും. നമുക്ക് പതുക്കെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാണ്ട് കണ്ടോ, ആ പൂവൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേക്ക് അത് പകുതിയായിട്ടുണ്ട്. ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് ചേർത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. മണം മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കണം. എപ്പോഴെങ്കിലും കുറച്ച് മുരിങ്ങപ്പൂ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ തോരനൊന്ന് വെച്ച് നോക്കണം. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ്ട് നമ്മുടെ അടിപൊളി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു തോരൻ വെച്ച് നോക്കണം. വെച്ച് നോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണം. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഫ്രണ്ട്സ്, ടേക്ക് കെയർ, ബൈ, സി യു, താങ്ക്സ് ഫോർ വാച്ചിങ്.